ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് USA-ൽ നിന്നും ഷീനസസ് ആണ്. ഷീനസസും തൻ്റെ ഹസ്ബൻഡും ചേർന്ന് തൻ്റെ 2 മക്കൾക്കുമായിട്ടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. ലിയായിക്കും കെസിയയ്ക്കും വേണ്ടിയാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. അവരെ എക്സാം അവർ ഈ ദിവസങ്ങളിൽ പാസ്സാകുവാനായിട്ട് കർത്താവ് അതിനകത്തൊരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട് അവർ ആ എക്സാമിന് വേണ്ടി ഒരുങ്ങുകയാണ്. അടുത്ത എക്സാമിൽ കർത്താവിൻ്റെ അത്ഭുതകരം അവർക്ക് വേണ്ടി വെളിപ്പെടുകയും ദൈവം ആ ദേശത്തിൽ അവരെ മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ ഷീനസസ് എന്നായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജോലിയിലെ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി കാണുവാനായിട്ട് എൻ്റെ കൂടെ എത്ര പേർ ഈ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. ഈ സമയത്ത് അനേകർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഈ ദിവസങ്ങളിൽ നടക്കുന്ന എക്സാമുകൾക്ക് വേണ്ടി പല മാതാപിതാക്കളും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയ ദൈവം ഇന്ന് എൻ്റെ കൂടെ ഈ സഹോദരിക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ 2 മക്കൾക്കുമായിട്ട് ലിയായിക്കും കെസിയായിക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തെന്ന് പറയുവാൻ കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇവർ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നുപോകുന്നത്. കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ലിയായിക്കും കെസിയായിക്കുമായി പ്രാർത്ഥിക്കുന്നു. ഈ എക്സാം ദൈവത്താൽ അത്ഭുതമായി തീരേണ്ടതിനായിട്ട് കർത്താവേ, ഇവർക്കിതൊരു ഭയങ്കര അത്ഭുതമായി തീരണമപ്പ. പരിശുദ്ധാത്മാവ് ഈ എക്സാമിന് ഇവരെ സഹായിക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ ദൂതന്മാർ ഇവരെ സഹായിക്കേണ്ടതിനായി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരത്ഭുതം എൻ്റെ ദൈവം ചെയ്യണമേ, ഒരു ദൈവപ്രവൃത്തി എൻ്റെ ദൈവം ചെയ്യണമേ അപ്പ. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം വാക്കുമാറാത്തവനാ, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാ. ഇപ്പോൾ തന്നെ മറുപടിക്കായി സ്തോത്രം ചെയ്യുക കർത്താവെ. അങ്ങയുടെ മറുപടിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവർത്തിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം ഇവരെ തൊട്ട് കഴിഞ്ഞതിനായി സ്തോത്രം. ഇവർ ദൈവപ്രവൃത്തി കണ്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രവർത്തിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം, പ്രവർത്തിച്ചു കഴിഞ്ഞതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കരത്തിനായി നന്ദി. യേശുവെ, ഒരു വലിയ വിടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവരെ എക്സാം വലിയ അത്ഭുതമായതിനായി സ്തോത്രം. കർത്താവെ, ഷീനസസിനായി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ഉയർച്ച വെളിപ്പെടുത്തണമേ അപ്പ. ശാരീരിക മാനസിക എല്ലാം ജയം വെളിപ്പെടേണ്ടതിനായിട്ട് കർത്താവെ, വലിയ വിടുതൽ വെളിപ്പെടുന്നതിനായി തൻ്റെ ഹസ്ബൻഡിനെ കർത്താവെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് കർത്താവെ, എല്ലാ നിലയിലും ഈ കുടുംബത്തെ കർത്താവിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഒരത്ഭുതം അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് നമുക്ക് കടന്നു വന്നാട്ടെ. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളും ശ്രദ്ധിച്ചു. ഒന്ന്, ഉറച്ചു നിൽക്കുന്നവന് വേണ്ടി വഴി തുറക്കും. ഏതെല്ലാം സാഹചര്യങ്ങൾ വിരോധമാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചു നിന്ന് വിടുതൽ പ്രാപിക്കുന്ന ജനം. 2, ഞാൻ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത് പുത്രത്വത്തിൻ്റെ ആത്മാവാണ്, ധൈര്യത്തിൻ്റെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ധൈര്യപ്പെട്ടുകൊണ്ട് ഇന്ന് വൈകിട്ട് ജയത്തിലേക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നവർ എഴുന്നേൽക്കണം. 3-മത്തത്, കർത്താവിൻ്റെ കൂടെയുണ്ട്. കർത്താവാണ് എൻ്റെ ബലമുള്ള ഗോപുരം എന്ന് പറഞ്ഞുകൊണ്ട് സദൃശവാക്യം 18-ാം അധ്യായം 10-ാമത്തെ വാക്യം സ്വീകരിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോ ദിവസവും നടക്കുന്ന ഈ സൂം മീറ്റിങ്ങിനകത്ത് നിങ്ങൾ ഹല്ലേലൂയ ഒന്ന് ഉറപ്പായി അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹല്ലേലൂയ കർത്താവിൻ്റെ നാമത്തിൻ്റെ ബലം നീ അനുഭവിക്കാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇതൊരു ആഴമേറിയ ചിന്തയാണ് ഞങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ കവറിങ്ങിനകത്ത് കയറി നിൽക്കണം. കാരണം കൂട്ടായ്മ അല്ലെങ്കിൽ ഒന്നും പറ്റാത്ത അനുഭവമാണെങ്കിൽ എല്ലാ ദിവസവും ഈ സൂമിലെങ്കിലും അറ്റൻഡ് ചെയ്യണം. 91-ാം സങ്കീർത്തനം ഒരു ഭയങ്കരമായ കവറിങ് സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. സർവശക്തന്റെ ആ ബലം നിങ്ങൾ കാണുന്ന അനുഭവമുണ്ട്. 91-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഈ സഭയോട് ചേർന്ന് നിൽക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയാണ്, ഈ കവറിങ്ങിനകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനർത്ഥം മാറിപ്പോകും. 91-ാം സങ്കീർത്തനം തുടങ്ങുന്ന വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ ദിവസവും വൈകിട്ട് അറ്റൻഡ് ചെയ്യുന്ന, ഓരോ ദിവസവും വൈകിട്ട് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം നിനക്കൊരു ഷീൽഡ് പോലെ, ഒരു മറ പോലെ നിന്റെ മേളിൽ വെളിപ്പെടുകയാണ്. ശത്രുവിന്റെ പ്ലാനുകളെ മറിച്ചു കളയുന്ന ദൈവവചനത്തിന്റെ ശക്തി നീ ഏറ്റെടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ,
അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ. എങ്ങനെയാ മറവിൽ വസിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത്? ഈ കേൾക്കുന്ന വചനത്തിനകത്തും നിനക്ക് പറയാൻ പറ്റും, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആ നിഴൽ എങ്ങനെയാ നിന്റെ മേളിൽ വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അറിയാം, നിന്റെ മേളിൽ വ്യാപരിക്കുന്ന ശത്രുവിന്റെ മുഴുവൻ പ്ലാനുകളെ മറിച്ച് കളയുന്നത് ഒന്നാണ് ഈ കവറിങ് എന്ന് പറയുന്നത്. ഇതൊരു പ്രൊട്ടക്ഷനാണ്. ഈ ദൈവവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. നിങ്ങളൊരു കവറിങ്ങിലേക്ക് വരികയാണ്. സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാവിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കഴിവ് കൊണ്ടല്ല നിൽക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ മിടുക്ക് കൊണ്ടല്ല നിൽക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കവറിങ് എൻ്റെ വെളിയിൽ നിൽക്കുന്നത്. ആത്മാവിൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിശ്വസിക്ക്. ഈ കവറിങ് ആണ് നിങ്ങളെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, അവൻ യഹോവയെ കുറിച്ച് പറയുകയാണ്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. എത്ര പേർ കരമുയർത്തിപ്പിടിച്ചു എന്ന് പറയും, അവൻ എൻ്റെ സങ്കേതമാണ്. ഓ ഹല്ലേലൂയ. ആ സങ്കേതത്തിനകത്താണ് നീ നിൽക്കുന്നത് ഇന്ന് വൈകിട്ട്. ഹല്ലേലൂയ. അവൻ എൻ്റെ സങ്കേതവും അവൻ എൻ്റെ കോട്ടയാണ്. ഹല്ലേലൂയ. ശത്രു അടുക്കാതെ വേണം എന്നെ കോട്ടയിൽ മറയ്ക്കുന്നത് പോലെ ഇന്ന് വൈകിട്ടത്തെ ഈ സൂം മീറ്റിങ്ങിനകത്ത് നീ ആശ്രയിച്ചുകൊണ്ട് കേൾക്കുമെങ്കിൽ ഇന്ന് വൈകിട്ട് നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായി വിടുതൽ നടക്കാൻ പോവുക. മൂന്നാമത്തെ വാക്യം ഭയങ്കര ആഴമാണ്. മൂന്നാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. അറിയാം, അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് പിടിപ്പിക്കും. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറഞ്ഞോ, ഇന്ന് പകല് പ്ലാൻ ചെയ്ത പ്ലാനുകളെ തെറ്റിച്ചു കളഞ്ഞ ദൈവവചനത്തിന്റെ ശക്തി അസാധാരണമായി ദൈവപ്രവൃത്തിയാണ് വെളിപ്പെടുന്നത്. ഈ ദൈവവചനം നിന്റെ വെളിയിൽ ഒരു കൂടാരം പോലെ. ഈ ദൈവവചനം ശത്രുവിന്റെ കണ്ണിൽ നിന്ന്, ശത്രുവിന്റെ കയ്യിൽ നിന്ന്, ശത്രുവിന്റെ കെണിയിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നത് ഓർത്ത് ഇന്ന് വൈകിട്ട് നീ ആ വീട്ടിൽ നിന്ന് കരമുയർത്തുന്നില്ലേ? നീ വൈകിട്ട് ആരാധിക്കുന്നില്ലേ? ഈ ദൈവവചനം കേൾക്കുമ്പോൾ അപ്പാ എന്ന് വിളിക്കുന്നില്ലേ? ഇന്ന് വൈകിട്ട് ഒരു അസാധാരണ പ്രൊട്ടക്ഷനാണ് നിന്റെ വെളിയിൽ വെളിപ്പെട്ടു വരുന്നത്. ആത്മാവിൽ ഈ കവറിങ്ങിനകത്ത് കയറി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഈ 91 സങ്കീർത്തനത്തിന്റെ കവറിങ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് നീ ദൈവത്തെ കാണും. ദൈവത്തെ നിനക്ക് പരിചയപ്പെടുത്തുന്ന, നിനക്ക് വെളിപ്പെടുത്തുന്ന കൂട്ടായ്മയിൽ നീ ആശ്രയിക്കും. നീ വിളിച്ചു പറയും, ഇന്ന് പകലും ഞാൻ ജീവൻ കൊണ്ടിരുന്ന കർത്താവിനെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത് ഒരു കവറിങ്ങിന്റെ മേളിൽ കിടക്കുന്നതാണ്. ഇന്ന് വൈകിട്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശാരീരികമായി അസ്വസ്ഥത അനുഭവിക്കുന്നവരോ, അല്ലെങ്കിൽ നാളുകളുടെ ഭാരത്തിൽ നിൽക്കുന്നവരോ, നാളെ ആ സാമ്പത്തികം ആവശ്യമാണ് പാസ്റ്റർ, നാളെ ആ ജോലിയിൽ പ്രശ്നമുണ്ട്, നാളെ ആ ടെസ്റ്റ് ഉണ്ട്, നാളെ ആ കാര്യം നടക്കണം, ഇങ്ങനെയൊക്കെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് പറഞ്ഞു, അവന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുന്നതാണ്. ഇന്ന് വൈകിട്ട് ആത്മാവിൽ ചലിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശത്രു നിന്റെ അടുക്കാതെ വേണം. ഈ സങ്കീർത്തനത്തിനകത്തൊരു ഭയങ്കര കവറിങ്ങാണ്. ഭയത്തെ മാറ്റുന്ന, ബലപ്പെടുത്തുന്ന, നീ ആരാന്നൊരു ബോധ്യം തരുന്ന രീതിയിൽ എന്റെ കർത്താവ് നിന്നെ മറയ്ക്കാൻ പോവുകയാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇതുവരെയും തൊടാത്തൊരു മേഖലയെ ഞാൻ തൊടുന്നത് കയറി ഈ വചനത്തിനകത്തൊന്ന് കയറി നിന്ന് പ്രാർത്ഥിക്ക്. അനർത്ഥങ്ങൾ മാറിപ്പോകുന്നത് നീ കാണാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് നന്മയുടെ വാതിലുകൾ ദൈവം തുറക്കുന്നത് കാണുന്നു. ദൈവത്തിന്റെ തൂവലിന്റെ, ദൈവത്തിന്റെ ചിറകിന്റെ മറവ് നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഞാൻ ആരോടൊക്കെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ വൈകിട്ട് നിനക്ക് വിരോധമായി നിൽക്കുന്ന ചിലത് മാറാൻ പോകുന്നു. 5-ാമത്തെ വാക്യം ഭയങ്കര ഇമ്പോർട്ടന്റ്. 5-6 വാക്യങ്ങൾ ആണെങ്കിൽ എന്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരു വാക്യം ഇതിനകത്ത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ 14 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ അങ്ങ് ചിന്തിക്കുക. ഒരുമിച്ച് എന്റെ കൂടെ ചേർന്നുകൊണ്ട്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. രാത്രിയിൽ ഭയത്തെ, അവന് പകൽ പറക്കുന്ന അസ്ത്രത്തെയും അറിയാം, അവന് പേടിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കേണ്ടി വരത്തില്ല. കാരണം നീ ഒരു മറവിനകത്ത് കയറി നിൽക്കുന്നത്. നീ ഒരു കോട്ടയ്ക്കകത്ത് കയറി നിൽക്കുന്നത്. ആത്മാവിൽ ഇത് കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുക. ഇന്ന് വൈകിട്ട് ആരോഗ്യ പ്രൊട്ടക്ഷൻ വർദ്ധിക്കാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് ഈ സങ്കീർത്തനം തിരിച്ചറിയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഈ വചന ശുശ്രൂഷ തിരിച്ചറിയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ശത്രുവിന്റെ കൈ വലിക്കാൻ പോവുകയാണ്. കാരണം നിനക്ക് പിടികിട്ടി നീ നിൽക്കുന്നത് ഒരു കവറിങ്ങിനകത്താണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വിശ്വസിക്കുക. ഈ പ്രാർത്ഥനയിൽ എത്ര പേരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് വൈകിട്ട് സ്വർഗം നിന്റെ മേൽ ഒരു കവറിങ് ഇടുകയാണ്. അവൻ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥിക്കുക. സ്വർഗീയ ദൂതന്മാർ ചലിക്കുന്നു. ഇന്ന് വൈകിട്ട് ഈ സഭയ്ക്കുടെ മേലിൽ നിൽക്കുന്ന, ഈ കൂട്ടായ്മയുടെ മേലിൽ നിൽക്കുന്ന ദൂതന്മാരുടെ ചലനങ്ങൾ ചിലവർ കാണാൻ പോകുകയാണ്. ഭയത്തെ നിനക്ക് പേടിക്കാൻ അവസരമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നീ അത്യുന്നതന്റെ മറവിലാണ് നിൽക്കുന്നത്, സർവശക്തന്റെ നിഴലിലാണ് നിൽക്കുന്നത്. സ്വീകരിക്കാൻ പറ്റുന്നവർ 7-ാമത്തെ വാക്യത്തിലേക്ക് 8-ാമത്തെ വാക്യത്തിലേക്ക് ഓടി വന്നാട്ടെ. കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ.
അറിയാം നിന്റെ മുമ്പും പിൻപും നിൽക്കുന്ന, നിന്റെ വലുതും ഇടതും നിൽക്കുന്നവരെ നോക്കണ്ട. കാരണം നീ ഒരു കവറിങ്ങിനകത്ത് കയറി നിൽക്കുന്നത്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശം 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കത്തില്ല. അത് നിന്നോട് അടുക്കത്തില്ല. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചേ. നീ കർത്താവിന്റെ കവറിങ്ങിനകത്ത് കയറി നിൽക്കുന്നത്. നീ കർത്താവിന്റെ കൂടെയാണ് നിൽക്കുന്നത്. എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. നിന്റെ കണ്ണ് അനർത്ഥം കാണാൻ പോകുകയല്ല, നിന്റെ കണ്ണ് നന്മ കാണാൻ പോവുകയാണ്. 9ാമത്തെ വാക്യത്തിലേക്ക് വരാൻ പറ്റുമെങ്കിൽ വന്നാട്ടെ. 9ാമത്തെ വാക്യം ഒരുമിച്ച് എന്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു, കർത്താവ് എന്റെ സങ്കേതമാ, കർത്താവ് എന്റെ കോട്ടയാ, അല്ലെങ്കിൽ എന്നെ മറയ്ക്കുന്നവനാ. ഇന്ന് വൈകിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ചില വിടുതലുകൾ, ആഴമേറിയ വിടുതലുകൾ ചില കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോകുക. 10ാമത്തെ വാക്യം ആഴമാ. സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കരം ഉയർത്തിപ്പിടിച്ച് സ്വീകരിച്ചോ. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, നീ നിൽക്കുന്ന ഒരു കവറിങ്ങിനകത്താ. ആത്മാവിൽ പ്രാർത്ഥിക്കുക, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. 11, 12 വാക്യങ്ങൾ ദൂതന്മാരുടെ കാവലാണ്, ദൂതന്മാരുടെ കാവലാണ്. ഈ കവറിങ്ങിനകത്ത് നിൽക്കുന്ന നിന്നെ കാക്കാൻ ദൂതന്മാർ ചലിക്കും. എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇന്ന് വൈകിട്ട് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവരെ കരം ഉയർത്തിപ്പിടിച്ചോ. സ്വർഗം ദൂതന്മാരെ ആക്കി വെക്കുകയാണ്, സ്വർഗം ദൂതന്മാരെ ആക്കി വെക്കുകയാണ്. 11, 12 വാക്യങ്ങൾ ദൂതന്മാരുടെ സംരക്ഷണമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അനർത്ഥം കൊണ്ടുവരുമെന്നും അപകടം കൊണ്ടുവരുമെന്ന് പറഞ്ഞൊക്കെ നീ ചവിട്ടി ജയിക്കാൻ പോകുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് അതിലെല്ലാം നിന്റെ കാലിന്റെ കീഴിലോട്ട് സ്ഥാനം മാറ്റുകയാണ് കർത്താവ്. ഇന്ന് വൈകിട്ട് തലമുകളിൽ നിന്ന് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചില ഭവനങ്ങളുടെ മേളിൽ ഇന്ന് വൈകിട്ട് അസാധാരണമായ ഒരു കവറിങ്, സുവിശേഷത്തിന്റെ ശക്തി ആ വീട്ടിനകത്ത് വെളിപ്പെടുകയാണ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം ഇന്ന് വൈകിട്ട് ആർക്കൊക്കെയും വേണ്ടി വെളിപ്പെടുകയാണ്. ആ 10ാമത്തെ വാക്യം കൂടെ പറഞ്ഞ് ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ പോയി. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ 5ാമത്തെ വാക്യത്തിൽ ഒരിക്കൽ കൂടെ, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. എന്റെ കൂടെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമോ? എന്താ വാസെ പേടിക്കാൻ പറ്റാത്തത്? നീയും ഞാനും നിൽക്കുന്നത് അത്യുന്നതന്റെ മറവില, നീയും ഞാനും നിൽക്കുന്ന സർവശക്തന്റെ മേലില്ല. ഭയം നിന്നെ പേടിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, നീ ഒരു കവറിങ്ങിനകത്താ കയറി നിൽക്കുന്നത്. ദൈവത്തിന് ഞാൻ നീ വിലയുള്ളവരാ. ഒരു ആക്സിഡന്റ് തീരേണ്ടവരല്ല കേട്ടോ, ഒരു പനി വന്ന് അവസാനിക്കേണ്ടതല്ല, പകർച്ചവ്യാധി തീരേണ്ടതല്ല. നിന്നെയും എന്നെയും പ്രൊട്ടക്ട് ചെയ്യാനായി ഇവൻ വിലയുള്ള രക്തം തന്നു. യേശുവിന്റെ രക്തത്താൽ നീ ഇന്ന് കവർ ചെയ്യപ്പെടുകയാണ്. യേശുവിന്റെ വിലയുള്ള നാമത്തിൽ നീ ഇന്ന് കവർ ചെയ്യപ്പെടുകയാണ്. അവന്റെ ശരീരമായ സഭയ്ക്കകത്ത് കയറി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ ഇന്ന് കവർ ചെയ്യപ്പെടുകയാണ്. ഈ വൈകിട്ടത്തെ കൂട്ടായ്മയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതിന്റെ പ്രാർത്ഥന നിന്നെ കവർ ചെയ്യുക. അനർത്ഥം നിന്നെ തൊടത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, മീഡിയ മാർഗത്തിൽ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുക. ഈ മിനിറ്റിൽ ഒരു കവറിങ് നിന്റെ മേളിൽ അത്ഭുതമാകുകയാണ്. കർത്താവേ, ഈ ഭവനങ്ങളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന അനർത്ഥങ്ങൾ, ഈ ഇവരുടെ ജീവിതത്തിനകത്ത് വെച്ചിരിക്കുന്ന തകർച്ചകൾ ഇന്ന് രാത്രിയിൽ ഈ കവറിങ്ങിനകത്ത് മാറിപ്പോകുകയാണ്. ആ വിചാരവും മന്ത്രവാദത്തിന്റെ ശക്തികളും ഇന്ന് രാത്രി അത് നിഷ്ഫലമായി പോകുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേലിൽ വളരെ ശക്തമായി വെളിപ്പെടുന്നു. ദൈവമേ, അസാധാരണമായ ഒരു കവറിങ് ഇവരുടെ മേലിൽ വീഴണമേ. സർവശക്തന്റെ നിഴൽ ഇവരുടെ മേലിൽ ഫലിക്കണമേ. അപ്പ വസിക്കുന്നവരുണ്ടെങ്കിൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന സർവശക്തന്റെ നിഴൽ കീഴിൽ ഇരിക്കുന്നവനോട് പറയുന്നു, നീ പറ്റിയിരിക്കിയാൽ നീ വിടുതൽ കണ്ടിരിക്കും. ദീർഘായുസ് കൊണ്ട് നിന്നെ തൃപ്തിയിലാക്കും. അറിയാം, രക്ഷ നീ കാണാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നവരെ കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, ഇന്ന് വൈകിട്ട് ഞങ്ങൾ ആ കവറിങ്ങിലായി പ്രാർത്ഥിക്കുകയാണ്. ചിലവർ ചിരിച്ചിട്ട് തന്നെ ഒത്തിരി നാളായി കേട്ടോ. ഇന്ന് രാത്രി നീ ചിരിക്കും, കാരണം നീ രക്ഷ കാണാൻ പോകുക. കർത്താവിന്റെ കരം നിന്റെ വീട്ടിൽ വെളിപ്പെടാൻ പോകുക. നിന്റെ മുമ്പിൽ അനർത്ഥം മാറി എന്നുള്ളത് നീ പറയാൻ പോകുക. ദൈവദൂതന്മാർ നിന്റെ വഴിയെ കാക്കേണ്ടതിന് ഇറങ്ങുകയാ. പരിശുദ്ധാത്മാവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു അസാധാരണ ദൈവപ്രവൃത്തി ഇവരുടെ മേളിൽ സംഭവിക്കട്ടെ. മോൻ 2017 ശേഷം ഒരു നേരം മാത്രം രാത്രിയിൽ ആഹാരം കഴിക്കുകയുള്ളായിരുന്നു. അത് 12 മണിക്കൊക്കെ ശേഷമായിരുന്നു ഞാൻ ബ്രഷ് ചെയ്യുന്നത് വരെ. പക്ഷേ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഞാൻ ഇവിടെ ഒരു ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ജോബിൻ മാസ്റ്റർ കൊണ്ട് പ്രാർത്ഥിച്ചു.
അന്ന് തൊട്ട് അവൻ എല്ലാ ദിവസവും ഉച്ചയ്ക്കും ഒരു 8 മണിക്കുള്ളിലായിട്ട് 2 നേരം ഫുഡ് കഴിക്കാൻ തുടങ്ങി. അത് എന്നെ സംബന്ധിച്ചൊരു വലിയ വിഷയം തന്നെയാണ്. കാരണം ഫുഡ് കഴിക്കാതെ ആൾ കുറേ അവശതയായി പോയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ 2 നേരം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, എന്നാലും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നു. പിന്നെ ഒരു സാക്ഷ്യം കൂടി പക്ഷേ, ഞാൻ കഴിഞ്ഞ മാസം എനിക്ക് പെട്ടെന്നൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയായി. ഭയങ്കര ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ മരണം ഞാൻ മുഖാമുഖം കണ്ടു ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. ആ ഒരു അവസ്ഥയിൽ ഞാനൊരു 9 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ നിന്നൊക്കെ ദൈവം വലിയൊരു അത്ഭുതത്തോടുകൂടി എന്നെ വിടുവിച്ചു. ഞാൻ 1 മാസം വീണ്ടും ലീവായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ ദൈവം സഹായിച്ചു. ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അറിഞ്ഞതാണ് മരിച്ച് അങ്ങോട്ട് തീർന്നു പോകുന്നത്. പക്ഷേ അവിടെ നിന്നൊക്കെ എന്നെ ദൈവം അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി. ഞാൻ ഇപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അന്നേരം കുറേ ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി, പാസ്റ്ററിനും നന്ദി. പ്രിയരെ, വചനവും സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? നിങ്ങൾ വിശ്വാസത്തിൽ പറയാമെങ്കിൽ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാണ്. ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താൽ വാഗൊണ്ട് ഏറ്റുപറയുമ്പോഴാണ്. അറിയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും. അറിയുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്വീകരിക്കണമെങ്കിൽ പോലും ബൈബിളിൻ്റെ വ്യവസ്ഥയിൽ അവൻ വാഗൊണ്ട് ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അന്തരീക്ഷം മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഏലിയാവ് ആകാശത്ത് നിന്ന് തീയിറക്കുന്നതും അറിയുക, ആകാശമണ്ഡലത്തെ തുറന്ന് മഴ പെയ്യ്ക്കുന്നതിനും അവൻ ആധരം തുറന്ന് പറഞ്ഞു, എൻ്റെ ദൈവം ഇന്നൊരത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ അധരങ്ങൾ എൻ്റെ കൂടെ തുറക്കണമേ. ഒരസാധാരണ വിടുതലിന് വേണ്ടി നിങ്ങൾ ഒരുമിക്കണം. ആ രോഗമുള്ള ഭാഗത്തേക്ക് കൈവച്ചിട്ട് പറയണം, ഇപ്പോൾ അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വരും. വിശ്വാസത്തിൽ കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ്റെ ഒരു അത്ഭുതകരം വെളിപ്പെടട്ടെ, തമ്പുരാൻ്റെ അത്ഭുതകരം വെളിപ്പെടട്ടെ. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റ് മുതൽ ദൈവത്തിൻ്റെ വലിയ കരം ചലിക്കാൻ തുടങ്ങട്ടെ. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട്. കർത്താവെ, നാളുകളായിട്ട് രോഗികളായി രോഗത്താൽ ഭാരപ്പെടുന്നവർ, ജോലി നഷ്ടപ്പെട്ടു പോയവർ, ഇനി വഴി തുറക്കത്തില്ലെന്ന് പറഞ്ഞ് കുടുംബ തകർച്ചയിൽ നിൽക്കുന്നവർ, ആണെങ്കിൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന് വേണ്ടി ചിന്തിക്കുന്നവർ, അവർക്ക് വേണ്ടി ഇപ്പോൾ ദൈവം ഒരു അവസരം നൽകുന്നതിനായിട്ട് കർത്താവെ, ഇവരുടെ വിശ്വാസത്തിൽ ഇവർ ഡിക്ലെയർ ചെയ്യുകയാണ്, ഞങ്ങളുടെ അവസ്ഥകൾ മാറും, ഞങ്ങളുടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും, ഞങ്ങളുടെ ദൈവം വാതിലുകൾ തുറക്കും, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവശക്തി ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് വരട്ടെ. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി കർത്താവെ, സലീം എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സലീമിന് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യുകയാണ്. കർത്താവെ, നിഖിൽ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. നിഖിലിന് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റ് മുതൽ അസാധാരണ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ, വലിയ സാക്ഷ്യങ്ങൾ തുറന്നു വരട്ടെ. കർത്താവെ, അങ്ങയുടെ കരം ചലിക്കുന്നല്ലോപ്പാ, അങ്ങയുടെ മാറ്റമില്ലാത്ത സാന്നിധ്യം വെളിപ്പെട്ട് വരുന്നല്ലോപ്പാ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റ് മുതൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ എഴുന്നേറ്റ് വരികയാണ്. ഹല്ലേലൂയ. ചില അറിയാം മാറത്തിൽ എന്ന് പറയുന്ന മലകൾ ഇവരുടെ മുമ്പിൽ മാറുന്നതിനായിട്ട് കർത്താവെ, ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഇപ്പോൾ തീരാൻ പോവുകയാണ്. മദ്യപാനത്തിൻ്റെയും വലിയ പ്രശ്നങ്ങൾ നടുവിൽ നിൽക്കുന്ന ചില സഹോദരിമാർ ആ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ ഇന്ന് എൻ്റെ ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ ചലിക്കട്ടെ, ദൈവശബ്ദത്തിനകത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, വിശ്വാസത്തിൽ ഇവരുടെ സൗഖ്യത്തെ ഇവർ ഡിക്ലെയർ ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പാ. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. കർത്താവെ, അങ്ങ് പ്രവർത്തിക്കുന്നതിനായി നന്ദി, അങ്ങയുടെ കരം ചലിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവെ, ചിലത് ഉളവായി വരുന്നല്ലോപ്പാ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് ക്യാൻസർ രോഗികൾ സൗഖ്യമാകുകയാണ്, അലർജി രോഗങ്ങൾ വിട്ടുമാറുന്നു, കുടുംബ പ്രശ്നങ്ങൾ മാറുകയാണ്. കർത്താവിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവർത്തികൾ ഹല്ലേലൂയ വെളിപ്പെട്ട് വരുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇവരെ അങ്ങയുടെ കരത്തിലോട്ട് ഞാൻ ഏൽപ്പിക്കുന്നു. വലിയ കാര്യങ്ങൾ, വലിയ പ്രവർത്തികൾ എൻ്റെ ദൈവം ചെയ്തു കഴിഞ്ഞു, എൻ്റെ ദൈവം ചെയ്തു കഴിഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഇപ്പോൾ തന്നെ അർഹതയില്ലാത്ത ചിലത് അങ്ങയുടെ മക്കളുടെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവർക്ക് വിസ വരുന്നത് എനിക്ക് കാണാം, ചിലവരുടെ സൗഖ്യം നടക്കുന്നത് കാണാം. അറിയാം, തലമുറയുടെ വിവാഹം നടക്കാത്ത ചിലവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടക്കുന്നത് എനിക്ക് കാണാം. കർത്താവേ, ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. മായ എന്നൊരു പേര് കാണിക്കുന്നു. മായയ്ക്ക് വേണ്ടി ഒരു അത്ഭുത വഴി ദൈവം തുറക്കുകയാണ്. കർത്താവേ, അതേപോലെ തന്നെ പീറ്ററിന് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നു. ഹല്ലേലൂയ. ഞാൻ സനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സനു, നിൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പ്രവീണിന് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യണമേ. പ്രവീണിൻ്റെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്തൊരു വാതിൽ തുറക്കുന്നു. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു. വിനോദിന് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. സിന്ധു, നിൻ്റെ ജീവിതത്തിനകത്ത് തുറക്കാത്ത വാതിലുകൾ തുറക്കാൻ പോകുന്നു. മുട്ടിക്കോ. വിശ്വാസത്തിൻ്റെ ഡിക്ലറേഷൻ അത്ഭുതങ്ങളെ കൊണ്ടുവരട്ടെ. കർത്താവേ, ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ദൈവപ്രവൃത്തിക്കായി നന്ദി. ആമേൻ. ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ ഈ നമ്പറുകളിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ മിനിസ്ട്രിയെ കൈത്താങ്ങാൻ കഴിയുന്ന എല്ലാവരും നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴും ഒരുമിച്ച് സഹായത്തിന് വേണ്ടി കരം നീട്ടുമ്പോഴൊക്കെയാണ് ഈ മിനിസ്ട്രി അടുത്ത നിലയിലേക്ക് പോകുന്നത്. നിങ്ങൾ ഒരു എപ്പിസോഡിന് വേണ്ടി സഹായിക്കണം. അതേപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ ഫുഡുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ മിനിസ്ട്രിക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ആരാധനയ്ക്ക് ഇതുവരെയും കടന്നു വരാത്തവരുണ്ടെങ്കിൽ കൊല്ലത്തോ തിരുവനന്തപുരത്തോ എറണാകുളത്തോ ഹല്ലേലൂയ തൃശ്ശൂരൊക്കെ കടന്നു വരാൻ പറ്റുന്നുണ്ടെങ്കിൽ പത്തനംതിട്ടയുള്ളവർ കോൺടാക്ട് ചെയ്യണമേ. ദൈവത്തിൻ്റെ വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണേണ്ടതിനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കർത്താവ് നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താട്ടെ. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കും. ഏത് പട്ടണത്തിലാണെങ്കിലും നേരിട്ട് കടന്നു വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റും. വലിയ അത്ഭുതങ്ങൾ, ആയിരങ്ങൾ അതിനകത്ത് വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. എങ്കിൽ കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഹല്ലേലൂയ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോൾ ഈ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.